ഡെലിവറി കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ദൈവമേ ഈർക്കിളി കൊള്ളി പോലെ ഇരുന്ന് എൻ്റെ മോളാ. 47 കിലോ ആയിരുന്നു വെയിറ്റ്. കല്യാണ പ്രസവം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മറ്റേ വേദുകൂളിയൊക്കെ അമ്മയാണല്ലോ കുളിപ്പിക്കുക. അപ്പം അമ്മ പറഞ്ഞ, ഈശ്വര ഇത് എന്താ ഈ കാണുന്നത്, ഒന്ന് മാറണം തോന്നിയതും. ഞാൻ അപ്പോഴാണൊന്ന് ഫ്രീ ആയതും. മോളൊക്കെ ഒരു വെള്ളം തോർന്നു എന്നൊക്കെ പറയില്ല. പിന്നെ ചിലർ ചോദിച്ചാൽ ഏതെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ടായിരിക്കും ഇത് മാറി ഉണ്ടാവാന്നാണ് കമന്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഹലോ, നമസ്കാരം. വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കുറേ അധികം പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു വീഡിയോ ചെയ്തില്ലേ, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിറ്റമിൻ സി സിറം. അന്ന് ഞാൻ എൻ്റെ ഫേസ് ഇങ്ങനെ അടുത്ത് കാണിച്ചപ്പോൾ അന്ന് എൻ്റെ ബിഫോർ പിക്ചേഴ്സിൽ സ്കാർസ് ഒക്കെ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സ്കാർസ് മീൻസ് നമുക്ക് കുട്ടി ഇങ്ങനെ സ്കിന്ന് ഡാമേജ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഈ രണ്ട് സൈഡിൽ നമുക്ക് എന്താ പറയുക പിമ്പിൾസ് വന്നിട്ടുള്ള ശരിക്കും പറഞ്ഞാൽ പോൾസ് മാതിരി. അപ്പോൾ അത് പിന്നെ നിങ്ങൾ നോക്കുമ്പോൾ അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് കുറേ കമൻറ്റ്. അപ്പോൾ അന്ന് എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയില്ല, അന്ന് വേറെ എന്തോ തിരക്കായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്ന് എനിക്ക് അധികം പേർക്കൊന്നും ആർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അന്ന് എനിക്ക് ആ ഒരു റിപ്ലൈ എന്താ ചെയ്യാത്തതെന്ന് വെച്ചിട്ട് കുറേ അധികം പിന്നെ ഇങ്ങനെ പല വീഡിയോയിലും മെസ്സേജസും വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഞാൻ വിചാരിച്ചത്, എൻ്റെ ഒരു സ്കാർ ആ ഒരു എങ്ങനെയാണ് ഞാൻ റിമൂവ് ചെയ്തതിൻ്റെ സ്റ്റോറി ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കുറച്ചധികം സംസാരിക്കുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമാവും എന്ന് അറിയില്ല, പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്താണ് ചെയ്തതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അറിയണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇല്ലെങ്കിൽ ഇനിയിപ്പം എൻ്റെ പഴയ വീഡിയോ ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ, ഞാൻ എന്തൊക്കെയാണ് അതിൽ വീഡിയോ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ. അങ്ങനെയാണെങ്കിലും മതി, കുറേ പേർക്കൊന്നും ഇങ്ങനെ സംസാരം കേൾക്കാൻ ഇഷ്ടമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം. അപ്പോൾ എൻ്റെ ഫേസിലത്തെ ശരിക്കും പറഞ്ഞാൽ ഓപ്പൺ പോൾസിനേക്കാളും എനിക്ക് അതിനെ പറയാൻ ഇഷ്ടം സ്കാർസ് എന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സ്കിൻ ഡാമേജ് ആയിട്ട് വന്നതാണ്. അതായത് ഈ രണ്ട് ഭാഗത്താണ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഫേസ് ഇവിടെ കാണിക്കാം കേട്ടോ. എനിക്ക് ഇപ്പം തീരില്ല എന്ന് തന്നെ പറയാം. കാരണം എൻ്റെ ഫേസിൽ അത് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിമ്പിൾസ്, അതായത് എനിക്ക് PCOD ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഉണ്ട് നിലവിൽ. പക്ഷേ ഞാൻ കൺട്രോൾ ചെയ്ത് ഫുഡും ഭക്ഷണങ്ങളും അതുപോലെ തന്നെ ഡയറ്റും എക്സസൈസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ശല്യമില്ലാണ്ട് അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആദ്യത്തെ ആ ഒരു സ്റ്റേജിൽ PCOD വന്നപ്പോൾ നിറച്ച് കുരു വന്നു എന്ന് പറഞ്ഞാൽ വെറുതെ കുരു വരില്ല. ഫസ്റ്റ് ഇങ്ങനെ തരിയായിട്ട് പൊന്തി നമുക്കിങ്ങനെ അലർജി വന്ന മാതിരി. അപ്പോൾ എന്തെങ്കിലും അലർജി ആയിരിക്കും എന്ന് വിചാരിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ കുരുക്കളൊക്കെ വലുതാവാൻ തുടങ്ങി. അതായത് നമുക്കിങ്ങനെ കുഞ്ഞു നമ്മുടെ ഇങ്ങനെ എന്താ പറയുക ചലം വന്നിരിക്കാന്ന് പറയില്ലേ, ഇങ്ങനെ വെള്ള കളറിൽ. അപ്പോൾ അതിങ്ങനെ ഇരുന്ന് പൊട്ടി പിന്നെ അതിങ്ങനെ വലുതായി നല്ല കല്ലച്ചിട്ടുള്ള നമുക്കിങ്ങനെ പിടിക്കുമ്പോൾ ഓരോ ഭാഗത്ത് നല്ല കല്ലപ്പുള്ള കുരുമാതിരി വന്നു തുടങ്ങി. അങ്ങനെ അത് വന്ന് ഒരു കുരുവിൻ്റെ മുകളിൽ വേറൊരു കുരു, അങ്ങനെ നിറച്ച് കുരുക്കൾ വന്നു. അപ്പം അങ്ങനെ കുരു വന്ന് പൊട്ടി കുറേയൊക്കെ പിന്നെ നമുക്കും വേദന കൊണ്ട് സഹിക്കാൻ പറ്റാണ്ടാകുമ്പോൾ കൈ വെച്ചിട്ട് ഇങ്ങനെ അതായത് നമ്മളിങ്ങനെ ഞെക്കി കൊടുത്തിട്ട് നമ്മളതിങ്ങനെ ക്ലീൻ ചെയ്യൂല. അപ്പം അങ്ങനെയും ഒക്കെ ഭയങ്കരമായിട്ട് വൃത്തികേടായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ ഞാൻ കാണിക്കാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കുറേ പേര് ഞാൻ മിക്ക വീഡിയോയിലും പറയാറുള്ളതാണ്, എങ്കിലും ഞാൻ ജസ്റ്റ് പുതിയതായിട്ടൊക്കെ ഇനിയിപ്പോൾ ആരെങ്കിലും സ്കാർസിന് വേണ്ടി മാത്രം വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കാണുന്നുണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു തുടക്കം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, ഞാൻ ചെയ്തത് ആദ്യം എന്ന് പറഞ്ഞാൽ പിമ്പിൾസിനെയും പിമ്പിൾ മാർക്കിനെയും പ്രിവെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ചെയ്തത് പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒരു എന്താ പറയുക, ഇങ്ങനൊരു സംഭവം മുഖേനയാണ് എനിക്കിത് വന്നത്. അതായത് PCOD മുഖേനയാണ് എനിക്ക് ഫേസിൽ ഇത്രയധികം കുരു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കുറച്ചപ്പോൾ തന്നെ അത് കൺട്രോൾ ചെയ്തു. പക്ഷെ എന്നാലും എനിക്ക് ഈ അടുത്ത് വരെ എൻ്റെ ഫേസിൽ വന്നും പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. അത് ഇവിടെ ഒരു ചെറിയൊരു എൻ്റെ പീരിയഡിൻ്റെ ടൈം ആയതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഇപ്പോൾ വന്നിട്ടുണ്ട്. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒറ്റ കുരു അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഫേസിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പെട്ടെന്ന് തന്നെ കുഴി മാറണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം പിന്നെയും കുരു വന്നുകൊണ്ടിരിക്കുമ്പോൾ കുഴി അങ്ങനെ മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഞാൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യുക. അപ്പോൾ പിമ്പിൾസിനെ എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ ഭയങ്കരമായിട്ടുള്ള പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റി. പിന്നെയെന്ന് പറഞ്ഞാൽ വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാടുകളേ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗമാണ് എനിക്ക് കൂടുതൽ, രണ്ട് സൈഡ് കൂടുതൽ എനിക്ക് നിറയെ സ്കാർസ് വന്നത്. അപ്പോൾ എനിക്ക് വന്നതെന്ന് പറഞ്ഞാൽ വലിയ കുഴികളല്ല, നമ്മുടെ സ്കിന്നിങ്ങനെ എന്താ പറയുക
ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ പിമ്പിൾ വന്ന് പോയിട്ട് പൊട്ടിച്ചിട്ട് അവിടെ ഫുള്ള് റെഡായിട്ട് അവിടുന്ന് സ്കിന്ന് തൊലി പോയിട്ടാണ് എനിക്ക് ഇരുന്നിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കാണുമ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ പോഴ്സിനേക്കാളും സ്കാർസ് ആയിരുന്നു. പക്ഷെ ഓപ്പൺ പോഴ്സ് ഉണ്ട്, പക്ഷെ അത് വലിയ കുഴി മാതിരി സ്കിന്നിങ്ങനെ എന്താ പറയുക ഭയങ്കരമായിട്ട് കുഴി മാതിരി വന്നിട്ടുള്ളതല്ല, നമ്മുടെ സ്കിന്നിൻ്റെ പുറത്തെ ലെയറിൽ വന്ന സ്കാർസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണുമ്പോൾ ഓപ്പൺ പോഴ്സ് പോലെ തോന്നുമെങ്കിൽ സ്കാർസ് ആണ്, പക്ഷേ ഓപ്പൺ പോഴ്സിൻ്റെ ആ ഒരു ഘട്ടത്തിലേക്കൊക്കെ വന്നിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ് ഇത് ഫുള്ളായിട്ട് റിമൂവ് ചെയ്തതെന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ സമയം എടുത്തു. ഇപ്പോൾ ഏകദേശം ഒരു 3-4 കൊല്ലമായില്ലേ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാം, 10 കൊല്ലത്തിന് മുകളിലായിട്ട് എന്താ പറയുക നിറച്ച് ഓപ്പൺ പോഴ്സ് ഉണ്ടായിരുന്ന ഒരു വ്യക്തി നമ്മുടെ ഒരു റെമഡി ഉപയോഗിച്ചിട്ട് നമുക്ക് ഫോട്ടോ, നിങ്ങൾക്ക് ഓൾറെഡി ഞാനിവിടെ വീഡിയോ എവിടെയെങ്കിലും താഴെ ഫസ്റ്റ് കമൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു ഐക്കാർഡിലോ വെക്കാം. അവർ നമുക്ക് ഫോട്ടോയും ഡീറ്റെയിൽസൊക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ നമ്മുടെ നവര കുറുന്തോട്ടി പാക്കാണ് ഉപയോഗിച്ചത്. അപ്പോൾ എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. ഫസ്റ്റിൽ ഞാൻ ചെയ്തത്, അപ്പോൾ എനിക്ക് പാൽ അലർജി ഉണ്ടായില്ല, നവരയും കുറുന്തോട്ടി ഒന്നും അലർജി ഇല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ, പക്ഷെ ചിലർക്ക് അത് അലർജിയാന്ന് പറയുന്നത് കേട്ടു, പക്ഷെ ചിലർ ഉപയോഗിച്ചിട്ട് നല്ല ഒന്നും നമുക്ക് പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അവർ സ്ഥിരമായിട്ട് 3-4 മാസം അടുപ്പിച്ചാണ് അവർ ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ആ ഒരു ഡിഫറൻസ് കണ്ടത്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക പിമ്പിൾ ഇല്ല, അതുപോലെ മാർക്കുകളും നിറയെ പോഴ്സ് അല്ലെങ്കിൽ സ്കാർസ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആ പാക്ക് ഉപയോഗിക്കാം. അപ്പോൾ ആ പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീഡിയോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ താഴെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ആ പാക്കാണ് സ്ഥിരമായിട്ട് ആദ്യം ഞാൻ ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ചിലർക്ക് അങ്ങനെ പിമ്പിൾ മിൽക്കൊക്കെ അതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് പിമ്പിൾ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കത് പറ്റില്ല. അപ്പോൾ പിന്നെ എന്താണ് ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ കാര്യങ്ങൾ ചെയ്ത് ആ സ്കാർസും ഒരു എന്താ പറയുക റെഡ്നെസ്സും പിന്നെ പിമ്പിൾ വന്നതിൻ്റെ കളറും ഉണ്ടായിരുന്നു, ബ്ലാക്ക് കളറിൽ മാർക്ക് മാതിരി ശരിക്കും ഇങ്ങനെ എടുത്ത് കാണിക്കുമായിരുന്നു. അപ്പോൾ അത് പകുതിക്ക് അങ്ങോട്ട് കുറഞ്ഞു. പിന്നെ സ്കാർസ് ഒന്ന് ഫ്ലാറ്റ് ആയ മാതിരി തോന്നി, അതായത് നമ്മുടെ ഈ ഇവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഡാമേജസ് ഇങ്ങനെ സ്കിന്നിനോട് ഫ്ലാറ്റ് ആയ മാതിരി. അപ്പോൾ ആ കുറുന്തോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്, അതായത് സ്കിന്നിങ്ങനെ എന്താ പറയുക സ്കിന്നിനെ ഇങ്ങനെ മുറുക്കാനൊക്കെ ടൈറ്റ് ചെയ്യാനും സ്കിന്നിങ്ങനെ മുറി കൂടാൻ മീൻസ് സ്കിന്നിങ്ങനെ ചുരുങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യും, അതാണ് ചുരുങ്ങാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്യൂസ് ഈ കുറുന്തോട്ടി നവരൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കുറേ നാൾ അത് തന്നെ ഉപയോഗിക്കുക, വേറെ ഒന്നും ചെയ്യാതെ പിമ്പിൾസിനായും തന്നെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തുക. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ നിലാസ് ഹെർബ്സിൻ്റെ നമ്മുടെ പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് പിമ്പിൾസ് ഇപ്പോൾ തീരെ ഇല്ലാതിരിക്കുന്നത്. അതായത് എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് 1, 2, 3 വന്ന് വലിയ കുരുക്കൾ വന്നു പോകുന്നത് ഇപ്പം ഇല്ലാത്തത് അതുകൊണ്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ നമ്മുടെ പ്രൊഡക്റ്റിന് അങ്ങനെ എന്താ പറയുക ഒരു പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നല്ലത് ചെയ്യുന്നത്, ജസ്റ്റ് കാഷ്വലായിട്ട് പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് നിങ്ങൾക്ക് നന്നായിട്ട് തോന്നണത് പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്, നിങ്ങൾക്ക് ഏതാ നന്നായിട്ട് തോന്നണമെന്ന് വെച്ചാൽ അത് നമുക്ക് ഉപയോഗിക്കാം. പിമ്പിൾസിനെ പ്രിവെൻറ്റ് ചെയ്ത് നിർത്തിയാലാണ് നമ്മളിപ്പോൾ ഈ ഫേസ് പാക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാര്യമുള്ളൂ. അല്ലെങ്കിൽ പിന്നെയും പിമ്പിൾ വന്നു കഴിഞ്ഞാൽ അവിടെ മാർക്കും കുഴികളും പിന്നെയും വരും. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ, മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ. ആദ്യം ഇതൊന്നും ചെയ്തിരുന്നില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇത് ചെയ്തു വരുമ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം പൊട്ടിമുളച്ച് മാറിയതല്ല. അത് എന്താ പറയുക നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. കാരണം എന്താ വെച്ചാൽ കുറേ കാലം എന്താ പറയുക മോർണിംഗ് സ്കിൻ കെയർ നൈറ്റ് സ്കിൻ കെയർ സ്ഥിരമായിട്ട് ചെയ്യാം. നല്ലൊരു വിറ്റമിൻ സി സിറം ഉപയോഗിക്കാം. നമ്മുടെ സ്കിന്നിലെ ഡാമേജസ് കുറേ അധികം മാറും, സ്കിൻ സ്മൂത്ത് ആവും. പിന്നെ പറ്റാച്ചാൽ തേൻ, നിങ്ങൾക്ക് അലർജി ഇല്ലെങ്കിൽ തേൻ കുറച്ച് നേരം ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 10-20 മിനിറ്റ്, തേൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നേരം വെക്കാം. നിങ്ങൾക്ക് എന്താ പറയുക രാവിലെയൊക്കെ ഫേസ് വാഷ് ചെയ്തിട്ട് വെറുതെ ഫേസ് വാഷ് ചെയ്തിട്ട് കുറച്ച് തേനൊക്കെ അപ്ലൈ ചെയ്തിട്ട് വെറുതെ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ കെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയും നമുക്ക് തേൻ ഭയങ്കര നല്ലതാണ് സ്കിൻ സ്മൂത്ത് ആക്കാനായിട്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഓട്സും തേനും വെച്ചിട്ടുള്ള ആ ഒരു മിക്സ് ഭയങ്കര നല്ലതാണ് സ്കിൻ സ്മൂത്ത് ആവാനായിട്ട്. അപ്പോൾ അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, ചുമ്മാ വീഡിയോ ചെയ്യുന്നതല്ല, അതൊക്കെ ഭയങ്കര നല്ലതായതുകൊണ്ടാണ് ഡെയിലി വന്ന് ഓരോന്ന് പറയാമെന്ന് ചിലർ പറയും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് പറയുന്നത്. നല്ല കാര്യങ്ങളായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ വിറ്റമിൻ സി സിറം നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ് എനിക്ക് ഏറ്റവും നന്നായി വർക്ക് ചെയ്തത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്കിന്നിലത്തെ ഇഷ്യൂസ് മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ട്, അതായത് നമുക്ക് മാർക്ക് ഇപ്പം പിമ്പിൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോയിരുന്നില്ല, അപ്പോൾ ആ സമയത്ത് ആയാലും പിമ്പിൾസിൻ്റെ മാർക്കിനെ പ്രിവെൻറ്റ് ചെയ്യാൻ അത് നമ്മളെ ഹെൽപ്പ് ചെയ്തു. മാർക്ക് നന്നായിട്ട് ലൈറ്റൻ ചെയ്യാനായിട്ട് ഇപ്പോഴും അത് തുടർന്ന് പോകുന്നുണ്ട് വിറ്റമിൻ സി സിറം ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്കിന്നിന് നല്ലൊരു വ്യത്യാസം വരും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓവറോൾ പറഞ്ഞാൽ ഫസ്റ്റ് ഉപയോഗിച്ചിരുന്നത് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ, അതായത് നൈറ്റ് സ്കിൻ കെയറും നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള സെലക്ട് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കൽ എക്സ്ഫോളിയേഷൻ ചെയ്യുക, അതായത് നമ്മുടെ സ്കിന്നിലത്തെ ഡെഡ് സ്കിൻ, അപ്പോൾ നമുക്ക് പിമ്പിൾ ഇല്ലാതിരിക്കണം. എക്സ്ഫോളിയേഷൻ ചെയ്യണമെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ മാത്രം. വളരെ ഓയിലി സ്കിന്നൊക്കെ ആണെങ്കിൽ വളരെ മൈൽഡായിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യുക. അപ്പോൾ എക്സ്ഫോളിയേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലത്തെ ഡെഡ് ആയിട്ടുള്ള സ്കിന്നുകൾ പൂന്തോറും സ്കിൻ സ്മൂത്ത് ആവും. അത് കുറേ കാലമായിട്ടൊക്കെ ചെയ്തു വരുന്നതാണ്. ജസ്റ്റ് ഞാൻ ഇന്നിപ്പോൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് പറഞ്ഞു എന്ന് മാത്രം.
അപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള അതുപോലെ ഇപ്പോൾ നവരരി വെച്ചിട്ടുള്ള എക്സ്ഫോളിയേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ റെഡിൻ്റെ അതായത് റെഡ് റൈസ് വാങ്ങിച്ചിട്ടുണ്ട്, ബ്രൗൺ റൈസ്, അപ്പോൾ അതിൻ്റെ പൊടിച്ചിട്ടായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് എക്സ്ഫോളിയേഷൻ ചെയ്യാം. പക്ഷെ നമ്മുടെ സ്കിന്നിന് അതൊക്കെ സ്യൂട്ടാവണം. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ സ്വയം ഇങ്ങനെ ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാണോ, നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ എന്തൊക്കെ സ്യൂട്ട് ആവില്ല, ഏത് ടൈപ്പാണ് നമ്മുടെ സ്കിന്നിന്, ഇതൊക്കെ പറ്റില്ല പറ്റും എന്നൊക്കെ. അപ്പോൾ അത് നോക്കിയിട്ട് നല്ലൊരു എക്സ്ഫോളിയേഷൻ ആഴ്ചയിൽ ഒരു ദിവസം മസ്റ്റായിട്ട് ചെയ്യാം. അത് ബോഡിയും ഫേസും ചെയ്യാം. അത് രണ്ടും കൂടി ഒരു ദിവസം ചെയ്യാണ് നല്ലത്. പക്ഷെ ബോഡിയിലേക്ക് വേറെ എക്സ്ഫോളിയേഷനും ഫേസിലേക്ക് വളരെ മൈൽഡായിട്ട് എക്സ്ഫോളിയേഷനും ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാൻ സ്ഥിരമായിട്ട് ചെയ്തിരുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നൈറ്റ് സ്കിൻ മോർണിംഗ് സ്കിൻ കെയർ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നവരരി പാക്ക്, കുറുന്തോട്ടി പാക്ക്, അത് ഫസ്റ്റ് ആയിരുന്നു. ഇപ്പം ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ആ കാര്യം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചെയ്യാം. നിങ്ങളൊരു സ്റ്റാർട്ടറാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നവരരി കുറുന്തോട്ടി പാക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇതൊന്നും അലർജി ഇല്ലെങ്കിൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് കുഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് ഫുള്ള് കുരുവായി എന്ന് പറയരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ സ്കിന്നാണ്. ഞാൻ എന്ന് പറഞ്ഞാൽ എക്സ്പേർട്ടൊന്നും അല്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത് മാത്രം. എനിക്കിപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഇഷ്യൂസ് ഇല്ല, അങ്ങനെ ഒരു സ്കാൾസിൻ്റെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല. പിന്നെ ഓപ്പൺ പോഴ്സ് എന്ന് പറഞ്ഞാൽ മാറി എടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ചിലർ ചോദിച്ചാൽ ഏതെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടായിരിക്കും ഇത് മാറി ഉണ്ടാവാന്നാണ് കമൻറ്റ് അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വരൂ, ഇത് ജോഷിനിക്ക് ഞാനാണ് ഓപ്പൺ പോഴ്സ് മാറ്റി കൊടുത്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ തെളിവായിട്ട് വരണം കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ പോയിട്ടില്ല. കാരണം എനിക്കതങ്ങനെ ഓപ്പൺ പോഴ്സ് അല്ലായിരുന്നു, എനിക്ക് കൂടുതൽ സ്കാർസ് ആയിരുന്നു. പോഴ്സ് മാതിരി ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളതിനെ ആ ഒരു ഇത്രയും കൊല്ലമായില്ലേ, നമ്മൾ പതുക്കെ അതിനൊരു എന്താ പറയുക, അതിനൊരു ട്രീറ്റ്മെൻറ്റ് നമ്മളായിട്ട് സ്വയം ചെയ്യുമ്പോൾ, അതിന് സ്യൂട്ടായത് ചെയ്യുമ്പോൾ പതുക്കേനെ അത് സ്മൂത്തായിട്ട് വരും. കുറേ നാളെടുക്കും മാറാനായിട്ട്, ചുമ്മാ പെട്ടെന്നൊന്നല്ല. അപ്പം അതാദ്യം നമ്മൾ മനസ്സിൽ വെക്കണം. നമ്മളിങ്ങനെ ക്ഷമയോടുകൂടി ചെയ്യുക. പിന്നെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാലപ്പഴക്കം ചെന്ന വലിയ ഓപ്പൺ പോഴ്സ് ഒക്കെ ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഡോക്ടറെ കാണാം. കാരണം എന്ന് വെച്ചാൽ അത് ഡോക്ടറെ അടുത്ത് പോയാലാണ് നമുക്ക് അതിനൊരു മാറ്റം വരുത്താൻ പറ്റുള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ നിയാസിനമൈഡ് സിറം, അങ്ങനത്തെ കുറേ സിറങ്ങളുണ്ട്. നമ്മുടെ എന്താ പറയുക, സ്കിന്നിൻ്റെ ആ ഒരു ഇഷ്യൂസൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനും ഡാമേജസ് ഒക്കെ, അത് നമ്മുടെ ഡോക്ടറെ അടുത്ത് തന്നെ ചോദിച്ച് നിങ്ങൾ ഉപയോഗിക്കുകയാണ് നല്ലത്. ഞാൻ ആ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളങ്ങനെ ട്രൈ ചെയ്യുക. കുറേ എന്തൊക്കെയോ കേട്ടിട്ടുണ്ട്, റോളർ അങ്ങനെ എന്തൊക്കെയോ. ഞാൻ ഈ യൂട്യൂബിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഇങ്ങനെ ബ്ലഡൊക്കെ വരുന്നതായിട്ടൊക്കെ വീഡിയോസൊക്കെ കണ്ടിട്ട് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ എന്താണോ നീഡിലിങ്ങോ എന്തൊക്കെയോ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയി ചോദിക്കുക. അപ്പോൾ എനിക്കത് അറിഞ്ഞുകൂടാ കേട്ടോ. അപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തെങ്ങനെയാണ് നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ, ഫേസ് പാക്ക്, അതുപോലെ തന്നെ വിറ്റമിൻ സി സിറം, അങ്ങനെ ഒരു എക്സ്ഫോളിയേഷൻ, ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് വന്നിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് സ്യൂട്ടായത് ഉപയോഗിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്ന എൻ്റെ കറൻറ്റ് സ്കിൻ കെയർ റുട്ടീൻ നിലാസ് ഹെർബ്സിൻ്റെ ആ ഒരു സ്കിൻ കെയർ കിറ്റ് ഉണ്ടല്ലോ, അതായത് മോർണിംഗിനും നൈറ്റും ആ കിറ്റും വിറ്റമിൻ സി സിറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ലൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. അതായത് സ്കിന്ന് ഭയങ്കരമായിട്ട് ഗ്ലോയും അതുപോലെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ആ സ്കാർസിനെ കുറിച്ച് പറയാനുള്ളൂ. ഇങ്ങനെയാണ് ആ സ്കാർസ് മാറ്റിയത്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് മാറിയതെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ കുറേ പേര് ചോദിക്കുന്നു, ചേച്ചി ഇത്രയും വെളുത്ത് എങ്ങനെയാണ് ഏത് പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട്? എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ കെയർ റുട്ടീൻ നന്നായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ടാൻ ഇല്ലാതെ സ്കിൻ ഈവൻ ആക്കി വെക്കുക, അതേപോലെ സ്കിന്നിൽ ഇഷ്യൂസ് ഇല്ലാതെ ഇങ്ങനത്തെ കാര്യങ്ങൾ വെക്കുമ്പോൾ തന്നെ സ്കിൻ നല്ല ബ്രൈറ്റ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഓൾറെഡി നല്ല കളർ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പിന്നെയും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറേ പേർക്ക് ഭയങ്കര ഡൗട്ട്. അത് കാരണം എൻ്റെ പഴയ ഞാൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം കളറുള്ള വ്യക്തിയായിരുന്നു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു, PCOD വന്നു, കുട്ടി ഉണ്ടായി കഴിഞ്ഞ് PCOD വന്നു, ഭയങ്കരമായിട്ട് കരിവാളിച്ച് തടിച്ച് ഒരു ഇതായി. അതിൽ നിന്ന് എനിക്ക് തോന്നിയത് കൊണ്ട്, അതായത് അത്രയും നാൾ ഒരു മോൾക്കൊരു 3-3.5 വയസ്സ് വരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു മേക്ക് ഓവർ വേണമെന്ന് സ്വന്തമായിട്ട് തോന്നിയിട്ടാണ്. അല്ലാണ്ട് വേറെ ആൾ പറഞ്ഞു നീ എന്തിങ്ങനെ ഇരിക്കണമെങ്കിൽ നല്ലായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് തടിച്ചല്ലോ. എൻ്റെ അമ്മ പണ്ട് പറഞ്ഞിട്ടുണ്ട്, മോളെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ചെന്നപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ദൈവമേ ഈർക്കിളിക്കുള്ളി പോലെ ഇരുന്ന് എൻ്റെ മോളാ. 47 കിലോ ആയിരുന്നു വെയിറ്റ്. കല്യാണ പ്രസവം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് മറ്റേ വേദുകൂളിയൊക്കെ അമ്മയാണല്ലോ കുളിപ്പിക്കുക. അപ്പോൾ അമ്മ പറഞ്ഞു, ഈശ്വരത് എന്തായി കാണണേ, ഒരു മല മാതിരിയായി. എന്ന് വെച്ചാൽ അത്രയും വണ്ണം വെച്ചു. ഒരു 75-80 കിലോയ്ക്കൊക്കെ പോകാമെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അത്രയും 48 കിലോ ഒന്നും അങ്ങോട്ട് പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് എനിക്ക് തോന്നി. അപ്പോൾ അന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ട് എനിക്ക് മാറ്റായിരുന്നു അന്നേ തന്നെ. പക്ഷെ ഞാൻ മാറ്റിയില്ല. എൻ്റെ മോൾക്ക് 3.5 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചതും എനിക്കൊന്ന് മാറണം തോന്നിയതും. ഞാൻ അപ്പോഴാണൊന്ന് ഫ്രീ ആയതും. മോളൊക്കെ ഒരു വെള്ളം തോർന്നു എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഫ്രീ ആയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഞാൻ അങ്ങനെ ചെയ്തു. എനിക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തി. ഞാൻ എൻ്റെ എന്താ പറയുക ബോഡി ലാംഗ്വേജ് ആണെങ്കിലും അതേപോലെ ഡ്രസ്സിങ് ആണെങ്കിലും എല്ലാം ഒന്ന് ചേഞ്ച് വരുത്തി. അപ്പോൾ അങ്ങനെയാണ് ഇങ്ങനൊരു ഇത് വന്നത്. നിങ്ങൾ ഇപ്പോൾ വേറെ ഒന്നും ഞാൻ അതിൽ ചെയ്തിട്ടുമില്ല, വേറെ ഒരു കാര്യത്തിനും പോയിട്ടുമില്ല.
ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു സ്കാറിൻ്റെ ഇതാണ്. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സ്കിന്നിന് സ്യൂട്ടായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ വലിയ വലിയ സംഭവത്തിന് മേലൊന്നും പോകണ്ട. കാരണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ ഡോക്ടറെ കാണാം. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു സ്കിൻ കെയർ റുട്ടീൻ നിങ്ങൾ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് നമുക്ക് ആ ഒരു വ്യത്യാസം വരുള്ളൂ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.